നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ രസകരമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള വീഡിയോ ആണ്. വീഡിയോ മുന്നോട്ട് കാണാം. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേര് എല്ലാവർക്കും സുപരിചിതമായിരിക്കുമല്ലോ. പക്ഷേ കൽക്കട്ടയിൽ കോളേജ് സ്ട്രീറ്റിൽ ഇന്ന് അറിയപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി റോഡ് എന്ന അതിന്റെ ഓരത്തായിട്ട് ഒരു പഴമയുടെ പ്രതീകമായ ഇന്ന് ഹെറിറ്റേജ് ബിൽഡിംഗ് ആയി അറിയപ്പെടുന്ന ഒരു കെട്ടിടമുണ്ട്. അതിലാണ് ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നത്. അത് ചരിത്രം അതിസമ്പന്നമായ ഒരു ചരിത്രം തന്നെയാണ്. അതിന് നമുക്ക് കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലേക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇന്ത്യൻ കോഫി ഹൗസ് 1876 വളരെ ഒരു ഇന്റലക്ച്വൽ ഹബ്ബായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ വളരെ പ്രസിദ്ധമായ കൃതികളും കവിതകളും രചനകളും ഒക്കെ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ കോഫി ഹൗസിനകത്ത് പ്രഗത്ഭർ ഇവിടെ വന്നിരുന്ന് ചൂട് ചർച്ചകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിട്ടാണ് ഈ കോഫി ഹൗസ് അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ സ്ഥാപനം ബങ്കിം ചന്ദ്ര ചാറ്റർജി സ്ട്രീറ്റിലാണ്, കോളേജ് റോഡിൽ. ആൽബർട്ട് ഹോൾ എന്നാണ് പിന്നീട് അത് അറിയപ്പെട്ടത്. അത് സ്ഥാപിതമായപ്പോൾ ആൽബർട്ട് ഹോൾ എന്ന് പുനർനാമകരണം ചെയ്തതാണ്. അതിനു മുമ്പ് ഇന്ത്യക്കാരനായ ബിസിനസ്സുകാരൻ രാം കമൽ സെൻ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിൽ ഉണ്ടായിരുന്ന സിറ്റിക്ക് നടുവിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് എല്ലാവർക്കും വേണ്ടി, സിറ്റിയിലുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഉപയോഗപ്രദമായ ഒരു സ്ഥലമായിട്ടായിരുന്നു കരുതപ്പെട്ടിരുന്നത്. What happened during British East India Company before independence? Yeah, before independence, around like 100 years before independence, almost around that 1845 to 1850, around that period of time. Okay. So many young Britishers were addicted to alcohol. They used to come and everyone used to use and everyone used to consume alcohol. Okay. So then that time Lord Hastings, he thought of an idea to open this coffee house. Lord Hastings. ഇതിന്റെ നാമകരണം ആൽബർട്ട് ഹോൾ എന്ന് നടത്തിയത് അന്നത്തെ എഡ്വേർഡ് പ്രിൻസ് ഓഫ് വെയിൽസിന്റെ പേരിൽ ആണ് അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടത്. ലോർഡ് ഹെസ്റ്റിങ്സിന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. അതായത് 19-ാം നൂറ്റാണ്ടിന്റെ സമയത്ത്, അവസാന സമയങ്ങളിൽ. അപ്പോൾ ലോർഡ് ഹെസ്റ്റിങ്സിന്റെ സമയത്ത് ധാരാളം വെള്ളക്കാര് മദ്യത്തിന് അടിമകളാകുകയും ധാരാളം മദ്യപിച്ച് അങ്ങനെ മദ്യത്തിന് അടിമകളാകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്, ഇങ്ങനെ കോഫി ഹൗസ് ഉണ്ടായാൽ, ഒരു ജോയിന്റ്, ഒരു ഫുഡ് ജോയിന്റ് അല്ലെങ്കിൽ ഒരു കോഫി ജോയിന്റ് ഉണ്ടായാൽ ധാരാളം പേരെ ഇങ്ങോട്ട് ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു കെട്ടിടത്തിനകത്ത് അത് സ്ഥാപിതമായാൽ തീർച്ചയായിട്ടും ആ മദ്യപാനത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കെട്ടിടത്തില് 1880 ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ രൂപീകൃതമായത്. അന്ന് അതിന്റെ പേര് ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നില്ല. അപ്പോൾ അവിടെ വന്നിരുന്ന ആവശ്യക്കാർക്ക് വന്ന് കോഫി ഓർഡർ ചെയ്യുകയും വെയിറ്റ് ചെയ്യുകയും കഴിക്കുകയും അങ്ങനെ ഒരു വിശാലമായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു ആംബിയൻസ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇരുന്നപ്പോൾ കണ്ട കാഴ്ച ബഹുകേമമാണ്. പക്ഷെ എല്ലാവരും നല്ല പുകവലിക്കാരാണ്. പുകവലിക്കുന്ന ആൾക്കാരുടെ ഒരു സോണായിട്ട് നമുക്ക് തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. അത് പെണ്ണുങ്ങൾ, സ്ത്രീജനങ്ങൾ, പ്രത്യേകിച്ച് ഒരു യൂത്ത്സ് ലെവലിലുള്ള പെണ്ണുങ്ങൾ, ധാരാളം പേര്, ആൺകുട്ടികൾ അല്ലെങ്കിൽ യൂത്ത്സ് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കുശലം പറയുക, സംഭാഷണത്തിൽ ഏർപ്പെടുക, അങ്ങനെ വളരെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. പണ്ട് ഇന്റലക്ച്വൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം ഇന്നിപ്പോൾ അവര് യങ്സ്റ്റേഴ്സ് കൈയടക്കി. അവിടെ കോളേജ് അതിനടുത്താണ്, പ്രസിഡൻസി കോളേജ്. അപ്പോൾ ഇത് കോളേജ് സ്ട്രീറ്റും കൂടിയാണ്. ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് ദൈനംദിനം പോകുന്നു, വന്ന് ആഹാരം കഴിക്കുന്നു, കോഫി കുടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും ഇതിന്റെ ഒരു ആവശ്യത്തിൽ ഞങ്ങൾ അതിനകത്ത് തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് വളരെ സഫോക്കേഷൻ അനുഭവപ്പെട്ടു. അതായത് പുകവലിക്കാർ ചുറ്റുമാണ്, ഞങ്ങൾ പുകവലിക്കുന്നുമില്ല. അങ്ങനെ അവിടെ ഈ വിശാലമായ ഒരു സ്ഥലമായതുകൊണ്ട് അത്രയധികം അങ്ങോട്ട് നമുക്ക് അതങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ഈ പുകവലി ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ പുകവലിക്കുന്ന ആൾക്കാർ അവിടോട്ട് പോയാൽ മതി എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. എന്തായാലും പണ്ടുകാലത്ത് ഇങ്ങനെ ഈ കൊളോണിയൽ സമയത്ത് സായിപ്പന്മാർ തുടങ്ങി വെച്ച ഈ ഒരു പരിപാടി, അന്ന് ബുക്കന്മാര് അങ്ങനെ വലിയ ആൾക്കാർക്ക് വേണ്ടി ഒരു സെഷനും
സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി 2 രീതിയിൽ അവിടെ സർവിങ് ഉണ്ടായിരുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് 2 തരത്തിൽ കോഫിയും 2 തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഈ വേർതിരിവ് പണ്ട് ഉണ്ടായിരുന്നു പോലും. എന്തായാലും പിന്നീട് 1958 അതിനു മുമ്പ് തന്നെ 1947 ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച് ഈ ലൊക്കേഷന് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന നാമകരണം ചെയ്യപ്പെട്ടു. 1958 ഇന്ത്യയിൽ മൊത്തം ഈ മൂവ്മെന്റ് ഉണ്ടായതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അന്ന് 50 ആയപ്പോഴത്തേക്ക് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കേരളത്തിലും ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ രൂപീകൃതമായിട്ടുണ്ട്. അത് പിന്നീട് 1958 മാത്രം. കാരണം ആ സമയത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റ ഒരു സമയം നമുക്കറിയാം 1957 അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ 1958 ഈ ഫൈനാൻഷ്യൽ ലോസ് ഈ ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടാം എന്ന് തീരുമാനിച്ച ഒരു അവസരത്തിൽ അന്നത്തെ പ്രസിഡൻസി കോളേജിലെ പ്രൊഫസർമാരും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും ഒക്കെ കൂടെ ചേർന്ന് ഇത് ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തിയ സമയത്ത് ഏതായാലും അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയായിരുന്നു. അത് നിർത്താൻ ഉദ്ദേശിച്ച ഇന്ത്യൻ കോഫി ഹൗസ് 1958 തന്നെ ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത് അതില് ജോലിക്കാർ ഉൾപ്പെടുന്ന ആൾക്കാരുടെ ഷെയർ ഹോൾഡിംഗ് ആയിട്ട് വെച്ചുകൊണ്ട് ഈ ഒരു കോഫി ജോയിന്റ് അങ്ങനെ വീണ്ടും ചെയ്യുകയാണ് ചെയ്തത്. അത് 1958 സഖാവ് AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം ത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലും അതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ പോകാത്ത ആൾക്കാർ ഉണ്ടാവില്ല. വളരെ അധികം ഒരു ജനറേഷനിൽപ്പെട്ട ആൾക്കാർ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിരുന്നത് കഴിക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുമായിരുന്നു. അതൊരു പ്രത്യേകതയായിരുന്നു അവിടുത്തെ കോഫി. ഫിൽട്ടർ കോഫി അത് തനതായ രുചിയിൽ, അതിനോടൊപ്പം തന്നെ ചിക്കൻ കട്ട്ലറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് ഐറ്റം. അപ്പം ഞങ്ങൾ ഇവിടെ കൊൽക്കത്തയിൽ ഇരുന്ന് ഇത് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർത്തത് ഇത്രയും ബുദ്ധിമുട്ടി ഈ പുകവലിക്കാരുടെ നടുവിലിരുന്നത് കഴിക്കുമ്പോൾ നമുക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കൾച്ചറൽ ഹബ്ബായിരുന്നല്ലോ എന്നോർത്താണ് അവിടെ നിന്ന് അതിൻ്റെ ഒരു അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതായത് രവീന്ദ്രനാഥ ടാഗോർ, സത്യജിത് റേ, അമർത്യ സെൻ, അങ്ങനെ ധാരാളം സുനിൽ ഗംഗോപാധ്യായ് പെടുന്ന വ്യക്തിത്വങ്ങൾ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു സ്ഥലമാണെന്ന് അറിയപ്പെടുന്നതോടുകൂടി അതിൻ്റെ പ്രാധാന്യം വളരെ ഏറും. അപ്പം എന്തായാലും ഇതിനെപ്പറ്റി മന്നാടി, പ്രശസ്ത സംഗീത സംവിധായകൻ മന്നാടി, സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീത ഗായകൻ, അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു ഫേമസ് പാട്ട്, വളരെ പ്രശസ്തമായ ഒരു പാട്ടും പാടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മ്യൂസിക് ഇതോടൊപ്പം ചേർക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങി വെച്ചത് ഇന്നും ഇവിടെ തുടർന്നു പോകുന്നു. ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട്, സെന്ററായിട്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ചു നിലനിന്ന് പോകുന്നു എന്നറിയുമ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ് കോഫി ഹൗസിനെ നാഷണൽ കൾച്ചറൽ സെന്റർ ആയിട്ട്, ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിട്ട് 1994 പ്രഖ്യാപിച്ചു. ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. വെള്ളയും അണിഞ്ഞ തലയിൽ ചുറ്റി, അതായത് ടർബൻ തലയിൽ ചുറ്റിക്കൊണ്ടുള്ള ആ കോഫി ഹൗസ് സപ്ലയേഴ്സിന്റെ അവരുടെ പെരുമാറ്റവും അവരുടെ ഒരു സപ്ലൈ ചെയ്യുന്ന രീതികളും ഒക്കെ എല്ലായിടത്തും ഒരുപോലെയായിട്ട് എനിക്ക് തോന്നി. ഞാൻ കേരളത്തിൽ ഈ കോഫി ഹൗസിൽ പോയപ്പോഴും ഇതുപോലെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. എന്തായാലും ഇത് ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെ. ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം അല്പം തോന്നും. കാരണം ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ആ ഭക്ഷണം കഴിച്ചതിന്റെ അതിനേക്കാൾ ഉപരി ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ വന്നിരുന്ന്, അതായത് കൊളോണിയൽ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഒരു വളരെ സമ്പന്നമായ ചരിത്രമുള്ള ഈ കെട്ടിടത്തില്, അത് മുമ്പ് പറഞ്ഞ പോലെ രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ദേശീയ ഗാനം രചയിതാവും വളരെ അധികം അവാർഡ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള പ്രശസ്തർ, അമർത്യ സെൻ, സത്യജിത് റേ, പ്രശസ്ത സിനിമാ സംവിധായകൻ, ഇങ്ങനെയുള്ള ഒക്കെയുള്ള ആൾക്കാരുടെ ആ ഒരു സാമീപ്യം
അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നറിയുമ്പോൾ ഞങ്ങളുടെ പ്രത്യേക ഒരു ചാരിതാർത്ഥ്യവും ഒരു അഭിമാനവും തോന്നി. എന്തായാലും എൻ്റെ കൂടെ വന്നത് എൻ്റെ മരുമകൻ തന്നെയാണ്, എൻ്റെ മകളുടെ ഭർത്താവ് ദിവാഞ്ജൻ. അദ്ദേഹമാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹത്തിനും ഇത്രയധികം ഇവിടെ പുകവലിക്കാരുണ്ടാകുമെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ എന്തായാലും ഞങ്ങൾ അതൊക്കെ അനുഭവിക്കാം. വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 20 മിനിറ്റെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് സാധനങ്ങൾ എത്തില്ല. കാരണം അതുപോലെ അവിടെ തിരക്കാണ്. ചുറ്റും നോക്കി ഒരു ടേബിൾ പോലും കാലിയല്ല. എന്തായാലും അവിടുത്തെ ആ ഒരു ഭക്ഷണവും ഇത് മെയിനായിട്ട് അവിടെ സെർവ് ചെയ്യുന്ന അത് ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് അറിയപ്പെടുന്നത് അവിടുത്തെ ചിക്കൻ കട്ട്ലറ്റാണ് പോലും. അത് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ബ്രെഡ് ടോസ്റ്റ്, ഇത് രണ്ടും കോഫിയുടെ കൂടെ വളരെ കോംബോ ആയിട്ട് കഴിക്കുന്നതാണ് ആൾക്കാർ. എന്തായാലും ഞങ്ങൾ അത് തന്നെ ഓർഡർ ചെയ്തു, അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൻ സാധിച്ചതിൽ അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞു. എൻ്റെ കൂടെ വന്ന എൻ്റെ മരുമകനോട് ഞങ്ങൾ തിരിച്ച് പോകുവാനുള്ള യാത്രയിലാണ്. എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി. വീണ്ടും കാണാം. শ্রোতা হয়ে যে সুজাটা বসে শুধু থাকতো কফি হাউসের সেই আড্ডাটা আর নেই, আর নেই। লা 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 লা। একটা টেবিলে সেই 3-4 ঘন্টা চারমিনার ঠোঁটে জ্বলতো, কখনো বিষ্ণু দে কখনো যামিনী রায়, এই নিয়ে তর্কটা চলতো। রোদ ঝড় বৃষ্টিতে যেখানেই যে থাকুক কাজ সেরে ঠিক এসে জুটতাম। 4টেতে শুরু করে জমিয়ে আড্ডা মেরে 7:30টায় ঠিক উঠতাম। কফি হাউসের সেই আড্ডাটা আর নেই, আর নেই। লা 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 লা। কবি চেহারা কাঁধেতে ঝোলানো ব্যাগ, মুছে যাবে অমলের নামটা। একটা কবিতা তার হলো না কোথাও ছাপা, পেল না সে প্রতিভার দামটা। অফিসের সোশ্যালে ম্যামে 4 নাটকে রমা রায় অভিনয় করতো। কাগজের রিপোর্টার মইদুল এসে রোজ কি লিখেছে তাই শুধু পড়তো। কফি হাউসে সেই আড্ডাটা আর নেই, আর নেই। কোথায় হারিয়ে গেল সোনালি বিকেলগুলো সেই আর নেই। জন্যে আজ টেবিলটা তবু আছে 7টা পেয়ালা আজও খালি নেই। একই সে বাগানে আজ এসেছে নতুন কুড়ি, শুধু সেই সেদিনের মালিনী। কত স্বপ্নের রোদ ওঠে এই কফি হাউসে, কত স্বপ্ন মেঘে ঢেকে যায়। কতজন এলো গেল কতজনই আসবে, কফি হাউসটা শুধু থেকে যায়। কফি হাউসের সেই আড্ডাটা আর নেই, আর নেই। কোথায় হারিয়ে গেল সোনালি বিকেলগুলো সেই আর নেই। লা 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 লা। কোথায় হারিয়ে গেল সোনালি বিকেল